വിഖ്യാത ഭാരതീയ ആധ്യാത്മിക പ്രഭാഷകനും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം തൃശ്ശൂരിൽ നടന്നു. പാറമേക്കാവ് അഗ്രശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശാസ്ത്രത്തെയും ആത്മീയതയും യുക്തിഭദ്രമായി കോർത്തിണക്കി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ആധ്യാത്മിക പ്രഭാഷകനും ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ആധ്യാത്മിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിൽ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി അധ്യക്ഷ പ്രഭാഷണം നടത്തി. ഭാരതീയ ശാസ്ത്ര സാഹിത്യ പാരമ്പര്യത്തെ ആഴത്തിൽ സ്വാംശീകരിച്ച സമൂഹമാണ് കേരളത്തിലേതെന്നും അതിന് നേതൃത്വം നൽകിയ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെന്നും ഡോക്ടർ കെ ഗീതാകുമാരി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സനാതനധർമ്മത്തിലും സംസ്കാരത്തിലും ഊന്നൽ നൽകി ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ഭാരതത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള ധർമ്മ പ്രചരണത്തിനായി മാറ്റിവെച്ച് അത് അദ്ദേഹം അത്യന്തം ആവേശകരമായിട്ടാണ് നിർവഹിച്ചത്, സമർപ്പിതമായിട്ടാണ് നിർവഹിച്ചത്. അതെല്ലാം നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്തായിരുന്നു അതിൻ്റെ പ്രചോദനം എന്ന് നമുക്ക് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള അഭിമാനബോധമാണ്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യമാണ്. ശാസ്ത്ര ഗവേഷണത്തിനുള്ള 6 പുരസ്കാരവും ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിനുള്ള 9 രാജ്യാന്തര പുരസ്കാരവും 2 രാജ്യാന്തര ഫെലോഷിപ്പും നേടിയ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഭാരതത്തിന് നൽകിയ സംഭാവനകൾ ഏറെയാണ്. അനുസ്മരണ സമ്മേളനത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ ലക്ഷ്മി ശങ്കർ, കുസാറ്റ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ CG നന്ദകുമാർ, NCT രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, തൃശൂർ.